എടാ നമ്മള് ഇവിടെ ഒരു പദ്ധതി കൊണ്ടുവന്ന് കൂട്ടിക്കോ, എന്തെങ്കിലും ഒരു പദ്ധതി, എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് കൂട്ടിക്കോ, ഇവിടെ ജനങ്ങൾക്കൊന്നും അറിയില്ല. ജനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ തുറങ്ങുന്നുണ്ട്, പിന്നെ പൂട്ടി പോകുന്നതാണ്. ഒരു മാസത്തിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഹോട്ടലിൽ നീ ഉണ്ടോ, കടണ്ടോ? എന്നാൽ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിന്റെ മുതൽ അസാമാന്യ കഴിവുള്ള വ്യക്തിയായിരിക്കും. അടിപൊളിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഹോട്ടൽ പോലത്തെ സ്ഥാപനം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഇനിയിപ്പോ ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പബ്ലിക് പൊതുവിജ്ഞാനമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ബിസിനസ് ആൻഡ് പബ്ലിക് പൊതുവിജ്ഞാനം. ബിസിനസ് തന്നെ കൃത്യമായ സ്റ്റഡി പബ്ലിക്കിന് കിട്ടിക്കഴിഞ്ഞാൽ പബ്ലിക് അടിപൊളിയായി മാറും. പബ്ലിക് അടിപൊളിയായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏത് രീതിയിൽ എന്ത് കച്ചവടം ഏത് ബിസിനസ്സും ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം പബ്ലിക്കിന് കൃത്യമായ ഒരു അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. ഓൾറെഡി നമ്മുടെ കേരളം എവിടെയാണ് കിടക്കണമെന്ന് ചോദിച്ചാൽ ഒരുപാട് താഴ്ചയുള്ള കിണറ്റിലാണ്. ചൈന അതിവേഗം മുന്നേറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ഏതോ ഒരു 10 മതിലിനപ്പുറമാണ്. നമ്മളും അതേപോലെ തന്നെ ഓൾറെഡി ഇവിടെ അപ്ഡേറ്റ് ആയി, പക്ഷെ നമ്മൾ ആരും അറിയുന്നില്ല. നമ്മുടെ മലയാളികൾക്ക് അറിയില്ല. പോലത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വന്നു, പക്ഷെ മലയാളികൾ എന്ത് വെച്ചാൽ അത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക. ആ മോഡൽ വൾഗർ കമന്റ്സ് ഒക്കെ ഇട്ടിട്ട് റീൽസിലെ കയറി വീഡിയോ വരുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മൾ ഒരിക്കലും ഗതി പിടിക്കുന്നത്. ചൈന അമേരിക്ക ഒക്കെ എഐയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനൊക്കെ ബിസിനസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വൾഗർ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുക. അതാണ് നമ്മുടെ മലയാളികൾ കാണും. മലയാളത്തിലുള്ള സംഭാഷണങ്ങൾ വരും, കേട്ടാൽ തന്നെ നമുക്ക് വെറുപ്പടിക്കും. അപ്പൊ നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ അടിപൊളി ബിസിനസ് സ്റ്റഡിയാണ്. അപ്പൊ ഒരു ഉദാഹരണം, ഒരു ചങ്ങായി എല്ലാവർക്കും പബ്ലിക്കിന് ക്ലാസ് എടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. ഈ ചങ്ങായിന്റെ വീഡിയോ, ഈ ചങ്ങായിന്റെ ട്രെയിനിൽ വരെ ഈ ചങ്ങായിന്റെ പരസ്യങ്ങളുണ്ട്. പിന്നെ ഹൈവേ റോഡിന്റെ എൻട്രൻസിലൊക്കെ വലിയ ആർച്ച് പോലെ എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഇവന്റെ ബോർഡുകൾ കാര്യമുണ്ട്. ഇവൻ തരുന്ന സ്റ്റഡി ആരാണ് ഈ സ്റ്റഡി കേൾക്കുന്നതെന്ന് നോക്കുന്നത്. അവൻ ക്ലാസ് എടുക്കുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരാണെന്നറിയോ, വലിയ സൂട്ടും കൂട്ടും ഇട്ടേക്കുന്ന വലിയ മുതലാളിമാരാണ്. ഈ ഒരു സാധാരണക്കാരനായ മിഡിൽ ക്ലാസ് ഹീറോ ആയിരിക്കും. ഇവൻ ഹീറോ തന്നെയാണ്. ഇവൻ ഇത്രയും യൂണിഫോം ഇട്ട് ഈ ലെവലിലുള്ള യൂണിഫോം ഇട്ടിട്ട് വന്നിരിക്കുന്ന ആളുകൾക്കാണ് ഇവൻ പബ്ലിക്കിൽ സ്റ്റഡി കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ലെവലിലേക്ക്, ഒരു യൂണിഫോം ലെവലിലേക്ക് കണ്ടോ, കോട്ടും സൂട്ടും ഉപയോഗിച്ച ഒരു വ്യക്തിക്ക് ബിസിനസ് അറിയാൻ മേലാത്തതാണ് ഇവന്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവൻ എന്നാണ് പഠിപ്പിക്കുന്നത്. ഇവനേക്കാളും അടിപൊളി സ്റ്റഡി നിങ്ങൾക്ക് ഞാൻ തരാം പബ്ലിക്കിന്. ഞാൻ അനങ്ങാതെ നടക്കുക, കാരണം ഇതെല്ലാം നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ചില എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് ക്യാഷ് കുറച്ച് കുറവുണ്ട്. ഞാൻ എപ്പോഴും എന്റെ പേഴ്സ് കാണിച്ചു തരാം. ഇന്നത്തെ പേഴ്സിൽ 60 രൂപയുള്ളൂ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു ഐഡിയയിലേക്ക് ഞാൻ എത്തിയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്റ്റഡി ഞാൻ തരാം. അടി മാറ്റുന്ന കൊടുക്കും. നമ്മൾ തന്നെ ചെയ്യണം. തൊഴിലാളി ഒരിക്കലും ചെയ്യൽ. തൊഴിലാളി എന്ന് പറഞ്ഞാൽ മാത്രമേ തൊഴിലാളി ചെയ്യൂ. ഓക്കെ, ആദ്യം നമ്മളിത് വൃത്തിയാക്കി. അതെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ ഇനി എത്ര കാണാൻ കിടക്കുന്നു അവിടേക്ക്. ഈ കേരളത്തില് ഒരു ബിസിനസ് വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനം പൂട്ടിപ്പോകാനുള്ള കാരണം എന്താ പറയാ, നിങ്ങൾക്ക് ഒരു കാലി മിനറൽ വാട്ടറിന്റെ കുപ്പി, എന്താ ഓക്കെ, ഒരു കാലി മിനറൽ വാട്ടറിന്റെ കുപ്പി, ഒരു സിഗരറ്റിന്റെ കുപ്പി, ഒരു ലേസിന്റെ കവറുമാണ് ഈ കാണാവുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിപ്പോകാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഇവനെന്താ പറയുന്നത്, ഇവന്റെ കളിയൊക്കെ കുറച്ച് ഓവറാണല്ലോ, ഇവൻ എന്ത് പബ്ലിക്കിന് എന്ത് സ്റ്റഡിയാ തരാൻ പോകുന്നത് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഞാൻ കാണിച്ചു കൊടുക്കും, ഞാൻ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. ഓക്കെ, കാണിച്ചു തരാം. ഇനി അവിടെ നോക്കാം. നിങ്ങൾ ഒരു പൂട്ടിയിട്ടേക്കുന്ന ഒരു സ്ഥാപനം കണ്ടു കഴിഞ്ഞാല്, നമ്മൾ ബസ്സിലും വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് റോഡിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കുറെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്ന കാണാം. കുറെ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഉറപ്പ് പറയുന്നു. ഈ ലേസിന്റെ കവറും, ഒരു സിഗരറ്റിന്റെ കൂടും, ഒരു കാലി മിനറൽ വാട്ടറിന്റെ കുപ്പി, 2-3 കഷ്ണം സിഗരറ്റിന്റെ കുറ്റിയും കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് ആ കട, ഇത് എത്രയോ വർഷങ്ങളായിട്ട് ആ സിഗരറ്റിന്റെ കുറ്റിയൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും, കട പൂട്ടി കിടക്കുന്നുണ്ടാവും. അതിന്റെ മോലാളി തന്നെ വന്നിട്ട് ആ സിഗരറ്റിന്റെ കുറ്റിയും ലേസും മിനറൽ വാട്ടറിന്റെ കാലി കവറും എല്ലാം അതിന്റെ മോലാളി വന്ന് എടുത്ത് കളഞ്ഞോടുക. അതിന്റെ മോലാളി വന്ന് വാരി കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ വൃത്തിയാക്കി എടുത്താല് ആ സ്ഥാപനം നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് പ്രവർത്തിക്കും. വളരെ ചെറിയ ദിവസത്തിനുള്ളിൽ ആ കട തുറക്കും. എത്രയോ വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന കടയായിരിക്കും, പക്ഷെ ആ കട തുറക്കണ കഴിഞ്ഞാൽ അതിന്റെ മോലാളി തന്നെ വന്നിട്ട് ഈ പറയുന്ന സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റും. ഇതാരാ ഇത് അവിടെ ഇടുന്നതെന്ന് ചോദിച്ചാൽ പബ്ലിക്കാണ് ഇടുന്നത്. പബ്ലിക്കിൽ നിങ്ങളെപ്പോലുള്ള
ഓരോ വ്യക്തികളും കൊണ്ട് ഓരോ കടയിൽ കൊണ്ട് ഇടുകയും കടയുടെ മുമ്പിൽ കൂടിയും റോഡ് സൈഡിൽ കൂടിയും വണ്ടിയൊന്നും കാറൊന്നും എല്ലാം നിങ്ങൾ വലിച്ചെറി. ഇത് റോഡ് നീളം വീഴുന്നതിനോട് കൂടിയിട്ട് ഇതൊരു നെഗറ്റീവ് തോട്ടാണ്. ചങ്ങായി ഭയങ്കര തോന്നടിക്കും. ഇതൊരു നെഗറ്റീവ് തോട്ടാണ്. ഈ സംഭവങ്ങളെല്ലാം നിങ്ങളെ കടയുടെ മുമ്പിൽ നിന്ന് മാറ്റണം. എന്നാലും നിങ്ങളുടെ കട പോസിറ്റീവ് എനർജിയിലേക്ക് വരുള്ളൂ. ഈ സാധനം മാറിക്കഴിഞ്ഞാൽ കട മാത്രമല്ല പോസിറ്റീവ്, ആ പബ്ലിക് പോസിറ്റീവ് എനർജിയിലാവും, ഇത് കാണുന്നവർ പോസിറ്റീവ് എനർജി ആവും, ഇത് കാണുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ആവുക. എല്ലാവരും ഇത് ഈ വേസ്റ്റ് കാണുമ്പോൾ നെഗറ്റീവ് ആവും. ഇനിയിപ്പോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്ത സ്ഥിതിക്ക് ഇനി ഇത് നിങ്ങൾ ഈ എവിടെയൊക്കെ സിഗരറ്റിന്റെ കുറ്റിയും മെഗവാട്ടറും കവറും കണ്ടു കഴിഞ്ഞോ നിങ്ങളും നെഗറ്റീവ് ആവും, ആ പരിസരവും നെഗറ്റീവ് ആവും. ഓക്കെ, ഇനി നമ്മൾ മൊത്തത്തിൽ പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രമേ, ഇതൊന്നും വലിച്ചെറിയാതിരുന്നാൽ മാത്രമേ ഈ പബ്ലിക് നന്നാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഒരു വീഡിയോ എങ്ങനെയെന്ന് വെച്ചാൽ, ഞാനൊരു നാടനാണ്, ഞാനൊരു നാടൻ കർഷകനാണ്, എനിക്ക് കാർഷിക അറിവാണ്, ആകെ 10ാം ക്ലാസ് ചേർത്ത ഒരു വ്യക്തിയാണ്, എനിക്ക് ഇത്രേ അറിവുള്ളൂ. ഞാൻ ഈ അറിവ് വെച്ചാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് വരുന്നത്. ഇത് ക്ലാസ്സായിട്ട് വരുന്നുണ്ട്, എന്റെ ജീവിതമാർഗമായിട്ട് വരുന്നതായി. ഓക്കെ, നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനനുസരിച്ച് ഞാൻ ആലിക്കെത്തും, അതാണ് എന്റെ സിസ്റ്റം. ഓക്കെ ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഇത് ഓക്കെ അല്ലേ? അല്ല, ഇതിപ്പോ ഞാൻ ഇത് ക്ലീൻ ചെയ്യട്ടെ, എന്നാ വെച്ചാൽ ഞാനായിട്ട് ഇട്ടതല്ലേ, ഇത് ഞാനിട്ടാ. ഇതിപ്പോ ഇവിടെ ഇനി കുറച്ച് സമയം ഇവിടെ കിടന്നു കഴിഞ്ഞാൽ എന്നെ കുഴപ്പമെന്നറിയാം, എന്റെ കടയിൽ ഉള്ള കച്ചവടം ഇല്ലതോ. ഓക്കെ ഓക്കെ, ഇതിപ്പോ പ്ലാസ്റ്റിക് ഹരിതകർമ്മസേനയ്ക്ക് നമുക്ക് കൊടുക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക. ഹരിതകർമ്മസേന ഒരു തവണ ഒരു മാസത്തിൽ വന്ന് കുപ്പിച്ചിലെടുക്കുന്നുണ്ട്, ഒരു മാസം ചെരുപ്പെടുക്കുന്നുണ്ട്, ഒരു മാസം പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട്, അങ്ങനെ അത് ഒരു മാസം തെർമോക്കോൾ എടുക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം മെസ്സേജ് നമ്മുടെ ഫോണിൽ വരുന്നുണ്ട്. ഇന്ന മാസം ഇന്നതാണ് എടുക്കുന്നത് നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും ഇത് വളരെ വൃത്തിയായിട്ട് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക. ഇനി ആരും ഹരിതകർമ്മസേനയോട് അടിക്കൊന്നും നിൽക്കണ്ട. അവർ 50 രൂപ വെച്ച് വീടുകളിൽ നിന്നും കടകളിൽ നിന്നും 100 രൂപ വെച്ച് മേടിക്കുന്നത്. അതൊക്കെ വൃത്തിയാക്കി എടുക്കണമെങ്കിൽ അവർ പണിക്കാരെ വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവര് ഈ നിങ്ങളുടെ 50-100 ഒക്കെ ഈടാക്കുന്നത്. അതുകൊണ്ട് എന്ത് അവർക്ക് ഇത് വൃത്തിയിൽ കൊടുത്തുകൊണ്ട് ഒരൊറ്റ കടയുടെ മുമ്പിൽ ഇങ്ങനത്തെ ഒരു കവറോ പ്ലാസ്റ്റിക്കോ സിഗരറ്റോ കാണാൻ പാടില്ല. വളരെ വൃത്തിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ കട അടിപൊളിയായിട്ട് പോസിറ്റീവ് എനർജി ആയിട്ട് വരും. നമ്മളെപ്പോലെ 49 കട നമ്മൾ പബ്ലിക്കിൽ ഓൾ കേരളയിൽ സ്റ്റാർട്ടിങ്ങിൽ 49